മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വരികയാണ്. നൂറുകണക്കിന് യഹൂദരെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ട ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് ജീവപര്യന്തം തടവ് വിധിച്ച് ബ്രിട്ടീഷ് കോടതി. വാലിദ് സദൂയി, അമർ ഹുസൈൻ എന്നിവരെയാണ് പ്രിസ്റ്റൺ ക്രൗൺ കോടതി ശിക്ഷിച്ചത്. മാഞ്ചസ്റ്ററിലെ യഹൂദ സിനഗോഗിന് നേരെ ആക്രമണം നടത്താനായിരുന്നു ഇവരുടെ നീക്കം. ഐസൺ ജോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഐസൺ, ഈ വിധി പ്രസ്താവത്തിൽ എന്തൊക്കെ കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? ഗൗതം, തീർച്ചയായും ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഒരു ഭീകരാക്രമണത്തിനുള്ള ഒരുക്കം കൂട്ടിയെന്ന് കൃത്യമായ ഒരു നിഗമനത്തിൽ അവർ എത്തിയെന്ന് തന്നെയാണ്. അത് നമുക്കറിയാവുന്നതാണ്. ഈ വാലിദ് സദൂയി, അമർ ഹുസൈൻ എന്നീ പറയുന്ന രണ്ടുപേരും ഭീകരാക്രമണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടത്തുകയും ആ നീക്കത്തിൻ്റെ ഭാഗമായി 2 തോക്കുകൾ, അതുപോലെ തന്നെ ഒരു പിസ്റ്റൾ, പിന്നീട് 200 റൗണ്ട് തിരകളെല്ലാം തന്നെ ലഭ്യമാക്കുകയും ചെയ്തു. അത് കള്ളക്കടത്ത് വഴി UK എത്തിക്കുകയും ചെയ്തു എന്നാണ് കൃത്യമായ ഒരു നിരീക്ഷണം എത്തിയിരിക്കുന്നത്. മാത്രമല്ല 2 മറ്റു റൈഫിളുകളും അതുപോലെ തന്നെ തിരകളും അതുപോലെ പിസ്റ്റളും ഇറക്കുമതി ചെയ്യാനുള്ള അല്ലെങ്കിൽ കള്ളക്കടത്തായി കൊണ്ടുവരാനുള്ള തീരുമാനവും എടുത്തു. അതിനുള്ള നീക്കങ്ങളും നടത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 2024 ഇത് സംബന്ധിച്ച ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇവർ പിടിയിലാകുന്നതും ആയുധങ്ങളെ ഉൾപ്പെടെ ഇവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടുന്നതും ഇംഗ്ലണ്ടിൽ ഇവരെ വിചാരണയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും പ്രിൻസ്റ്റൺ ക്രൗൺ കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ശിക്ഷ വിധിച്ചിരിക്കുന്നതും കടുത്ത ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. വാലിദ് സദൂയി എന്ന് പറയുന്ന ഭീകരനെ, IS ഭീകരനെ 37 വർഷവും അമർ ഹുസൈനെ 26 വർഷവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ വലിയ രീതിയിൽ, അതായത് ഈ 37 വർഷവും 26 വർഷവും ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതിനുശേഷം മാത്രമാണ് ശിക്ഷാ ഇളവ് സംബന്ധിച്ച ചർച്ചകൾ പോലും നടത്തുക അല്ലെങ്കിൽ ആലോചനകൾ പോലും നടത്തുക എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കോടതി ഈ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ളൊരു പ്രതികരണം തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഭീകരതയ്ക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം ആക്രമണം നടന്നില്ല എങ്കിൽ കൂടി നമുക്കറിയാവുന്നതാണ്, ഓസ്ട്രേലിയയിലെ ബോണ്ടിയിലൊക്കെ ഉണ്ടായ ആ ആക്രമണത്തിന് സമാനമായി, അതായത് ആൾക്കൂട്ടത്തിന് നേരെ അല്ലെങ്കിൽ യഹൂദരുടെ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു രീതി, വലിയ റൈഫിളുകൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന ഒരു രീതി, ആ രീതി അനുവർത്തിക്കാനുള്ളൊരു നീക്കമാണ് ബ്രിട്ടനിൽ നടത്തിയത്. ആ നീക്കത്തെ അതിശക്തമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ് പിടികൂടുകയും ഇവർ ആ നീക്കത്തിന് പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുക്കുകയും, അതായത് തോക്കുകളും തിരകളും എത്തിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയൊരു ആക്രമണത്തിനുള്ള നീക്കമാണ് നടത്തിയത്. ആക്രമണത്തിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഒരുക്കി കോപ്പുകൂട്ടുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് നൽകുന്ന വിഷയമില്ല എന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ 37 വർഷവും 26 വർഷവും ഓരോരുത്തർക്കായി ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് IS പോലുള്ള ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ ലോകത്ത് മുഴുവൻ പടരുന്നത് കൃത്യമായി പ്രതിരോധിക്കുന്നതിന് ഇത്രയും ശക്തമായ പണിഷ്മെൻറ്റുകൾ നൽകുന്നത് അനിവാര്യമാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഒരു നിലപാടിലേക്ക് ബ്രിട്ടൻ നേരത്തെ തന്നെ എത്തിയിരുന്നു. അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഈ നിലപാട്. കൃത്യമായ വിധിയാണ് ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിരിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസൺ, നൂറുകണക്കിന് യഹൂദരെ കൊന്നൊടുക്കാൻ പദ്ധതിയിട്ട ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരർക്ക് ജീവപര്യന്തം തടവ് വിധിച്ച് ബ്രിട്ടീഷ് കോടതി. വാലിദ് സദൂയി, അമർ ഹുസൈൻ എന്നീ ഇസ്ലാമിക ഭീകരർക്കാണ് പ്രിസ്റ്റൺ ക്രൗൺ കോടതി ശിക്ഷ വിധിച്ചത്. മാഞ്ചസ്റ്ററിലെ യഹൂദ സിനഗോഗിന് നേരെ ആക്രമണം നടത്താനായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ ലക്ഷ്യമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്.